ഹലോ, എന്തൊക്കെ വിശേഷങ്ങള്? എല്ലായിടത്തും ഇപ്പോൾ ഉത്സവകാലമായല്ലോ അല്ലേ? പകൽപൂരം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? എന്നാ കേട്ടോളി കണ്ടോളി. നമ്മുടെ മലപ്പുറത്തെ കാര്യമായിട്ടോ ഞാനീ പറയണത്. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ളോഗ്സ്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചെമ്പ്രവട്ടം കരുമത്തിലെ പൂരത്തെ കുറിച്ചാണ് കേട്ടോ ഞാനീ പറഞ്ഞു വരുന്നത്. മകരത്തിലാണ് കേട്ടോ ഈ പൂരം നടത്തി വരാറ്. അങ്ങനെ വലിയ ആഘോഷമൊന്നുമല്ല കേട്ടാ. പക്ഷെ ഞങ്ങൾ നാട്ടുകാർക്ക് ജാതിമത വേർതിരിവില്ലാതെ എല്ലാവരും ഒന്നിക്കുന്ന ഒരു പകൽപൂരനാണ് കേട്ടോ ഇത്. ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയിട്ട് രാത്രി ഒരു 7 മണിന്റെ മുന്നേ തന്നെ കൈവിട്ടും നമ്മൾ ഈ പൂരം. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ വേലൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടാ. എന്റെ നാട്ടിലെ പൂരമൊക്കെ വൈകിട്ട് തുടങ്ങിയിട്ട് ഒരു 10-12 മണി വരെ ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മുടെ കരുമത്തിലെ വേല കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. ആ കൗതുകത്തിന്റെ ഉൾക്കൊണ്ട് വെടിക്കെട്ടും കഴിഞ്ഞിട്ടാട്ടോ ഞാൻ പോകുന്നത്. ഒത്തിരി കച്ചവടക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ. കളിപ്പാട്ടങ്ങൾ വിൽക്കണവരും ജിലേബിയും പൊരിയും മറ്റു ആഭരണങ്ങളൊക്കെ വിൽക്കുന്ന കച്ചവടക്കാരുണ്ട്. അവിടെയൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടാ. എന്റെ മെയിൻ ഉദ്ദേശം അതന്നെ ആയിരുന്നു. അവിടെ പോയിട്ട് എല്ലാ സാധനവും നോക്കി ഒന്നും വാങ്ങാതെ വരുമ്പോഴുള്ള ആ മനസ്സുകണ്ടല്ലോ, അതന്നെ. ഒരു 3 മണിയോടൊക്കെ കൂടിയിട്ട് നമ്മളെ വരവൊക്കെ അമ്പലപ്പറമ്പിലേക്ക് വരാൻ തുടങ്ങിട്ടോ. കാളവരവായിരുന്നു കേട്ടോ അതിൽ മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ പലതരം വേഷങ്ങൾ അണിഞ്ഞ ആൾക്കാരും മേളവും ഒക്കെ ഉണ്ടായിരുന്നു. കാളവരവൊക്കെ ഒന്നിച്ചെത്തിയതിനു ശേഷം പിന്നെ എല്ലാവരോടും ഒന്നിച്ച് കാളകളെ എടുത്ത് പൊക്കിയും താത്തയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടാ. കാളയെ ആട്ടിയും അത് പിടിച്ചിട്ട് ഓടുകയൊക്കെ ചെയ്തിട്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. പിന്നെയും ഒത്തിരി വരവുകളായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കായിരുന്നു കേട്ടാ. ഓരോ വരവിലും ഡ്രസ് കോഡും ആട്ടും പാട്ടൊക്കെ ആയിട്ട് നല്ല വൈബ് തന്നെ ആയിരുന്നു കേട്ടോ കണ്ടിക്കാൻ വേണ്ടിട്ട്. പിന്നെ കണ്ട ആൾക്കാരൊക്കെ തിങ്ങിട്ടോ. വരവുകളൊക്കെ അതിന്റെ കലാശക്കൊട്ടിലേക്ക് എത്തി തുടങ്ങി. അതിന്റെ ഒക്കെ ആ ഊർജ്ജം എല്ലാരിലും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടാ. പിന്നെ ഈ ഭാഗത്തുള്ള വീടുകളിലൊക്കെ അവരെ കൂട്ടുകുടുംബം ഒക്കെ എത്തിട്ടോ നമ്മുടെ ഈ പൂരം കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വീടിന്റെ മുറ്റത്തും ആൾക്കാർ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നേ. നമ്മളല്ലെങ്കിലും ഫ്രണ്ട്സും കസിൻസും ഒക്കെ ആയിട്ട് ഒന്നിച്ച് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്കൊക്കെ വരുന്നതും ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഒന്നിച്ച് നടക്കുന്നതൊക്കെ വേറൊരു രസമല്ലേ? അതിന്റെ ആ സന്തോഷമില്ലേ, അതിവിടെ കൂടി അധികം ആളുകളുടെ മുഖത്തും കാണാട്ടോ.
കൊട്ടൊക്കെ നല്ല രസമായിരുന്നു കേട്ടാ. അതിൽ നമ്മൾ വല്ലാണ്ട് ആകർഷിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കൊച്ചു കലാകാരനാണ് കേട്ടോ. നോക്കിയ ഓന് എത്ര ഉഷാറായിട്ടാ കൂട്ടുന്നതെന്ന്. എന്തായാലും കുട്ടികളും മുതിർന്നവരും എല്ലാ മതക്കാരും തുടങ്ങി എല്ലാരോടും നമ്മളെ കരിമത്തിലെ വേല ഉഷാറാക്കിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ നമ്മളെ വെടിമരുന്നിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിട്ടോ. അതിനു വേണ്ടിയിട്ട് കമ്മിറ്റി അംഗങ്ങളൊക്കെ ചേർന്നിട്ട് എല്ലാ ഒരുക്കങ്ങളും നടത്തിയായിരുന്നേ. അതേസമയം എല്ലാവരും ആകാംക്ഷയോടെ അത് കാണാൻ വേണ്ടിട്ട് കാത്തിരിക്കാട്ടോ. എന്റെ കാര്യമാണെങ്കിൽ കാണുന്നുണ്ട് എന്ന് അങ്ങനെ ഒച്ചയും ബഹളൊന്നും കേൾക്കുന്നത് ഇഷ്ടമല്ല. പേടിയായിട്ടൊന്നല്ല കേട്ടാ, ഇനി നിങ്ങൾ അങ്ങനൊന്നും കരുതണ്ട. കുറച്ചേരം നീണ്ടു നിന്ന നമ്മുടെ പടക്കം പൊട്ടിക്കലോട് കൂടിയിട്ട് നേരം 3 നമ്മളെ പൂരം അവസാനിച്ചു കൂട്ടാ. ഇതാണ് കേട്ടോ ഞങ്ങളെ പകൽപൂരം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള പൂരങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടെങ്കിലോ ഒപ്പം ഈ വീഡിയോയിൽ നിങ്ങളോ നിങ്ങൾ അറിയുന്നവരോ ഉണ്ടെങ്കിലോ കമന്റ് ചെയ്തോളൂ കേട്ടാ. അപ്പൊ മറ്റൊരു വീഡിയോ ചെയ്യണം. ബൈ.